നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. കസ്റ്റംസ് ലോ അല്ലെങ്കിൽ കസ്റ്റംസ് ആക്ട്. നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അതിൽ GST നമ്മൾ കുറേയൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ഇനി കുറച്ച് ടോപ്പിക്കുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും, പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സെപ്പറേറ്റ് ഒരു ടോപ്പിക്കായിട്ട് കിടക്കുന്ന സാധനമാണ് കസ്റ്റംസ് ലോ. നമ്മളത് പഠിക്കാൻ പോവാണ്. ഇന്ന് നമ്മുടെ കസ്റ്റംസ് ലോയുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്. ഇനി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് എന്നെ ഇതുപോലെ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റംസ് ആക്ടിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ CMA ഇൻ്റർമീഡിയറ്റിന് 20 മാർക്കിനാണ് കസ്റ്റംസ് ചോദിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഇൻഡയറക്റ്റ് ടാക്സേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു 80 മാർക്സിന് GST, ഒരു 20 മാർക്സിന് കസ്റ്റംസ്. അതുപോലെ CS എക്സിക്യൂട്ടീവ് ലെവലിന് പഠിക്കുന്ന നമ്മുടെ കൂട്ടുകാർക്കും കസ്റ്റംസ് പഠിക്കാനുണ്ട്. പക്ഷെ അവർക്ക് പ്രോപ്പറായിട്ടൊരു ബൈഫിക്കേഷൻ പറഞ്ഞിട്ടില്ല. 80 മാർക്സ് ഇത്, 20 മാർക്സ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഒരു 10, 16, 17 മാർക്കിനൊക്കെ മിക്കപ്പോഴും അവർക്കും കസ്റ്റംസ് ലെവലിൽ നിന്ന് ചോദിക്കാനുണ്ട്. അപ്പോൾ CMA ഇൻ്റർമീഡിയറ്റിന് പഠിക്കുന്നതും CS എക്സിക്യൂട്ടീവ് ലെവലിന് പഠിക്കുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. CA-കാർക്ക് ഇൻ്റർമീഡിയറ്റ് ലെവലിന് കസ്റ്റംസ് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, അവർക്ക് ഫൈനൽ ലെവലിലാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. കസ്റ്റംസ് ആക്ട് 1962. ഓക്കെ, അതവിടെ കിടക്കട്ടെ. നമ്മൾ എല്ലാ കാര്യവും ആദ്യമേ പഠിക്കുന്നത് എങ്ങനെയാണ്? വേർഡ് വെച്ചിട്ടാണ് പഠിക്കുന്നത് അല്ലേ? കസ്റ്റംസ് ഡ്യൂട്ടി. നമുക്ക് നോക്കാം ഈ വേർഡിൻ്റെ രണ്ട് വേർഡിൻ്റെ മീനിങ് എന്താണെന്ന്. കസ്റ്റംസ് ഡ്യൂട്ടി, ഈ രണ്ട് വേർഡിൻ്റെ മീനിങ് എന്താണ്? ഓക്കെ, നമ്മൾ കുഞ്ഞുനാൾ മുതലേ ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇംഗ്ലീഷിൽ പണ്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അതിനകത്ത് വേർഡ് മീനിങ്സ് പഠിക്കും. നമ്മുടെ ചാപ്റ്ററിലൊക്കെ പാഠങ്ങളിലൊക്കെ വരാറുള്ള ചില കട്ടിയായിട്ടുള്ള വേർഡ്സിൻ്റെയൊക്കെ മീനിങ് പഠിക്കും. അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളൊരു വേർഡല്ലേ കസ്റ്റംസ് എന്ന് പറയുന്നത്? ഓർമ്മയുണ്ടോ? എന്തായിരുന്നു കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ? കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ അല്ലെങ്കിൽ ട്രഡീഷനാണ്. നമ്മൾ പണ്ട് മുതലേ എല്ലാ ആൾക്കാരും അക്സെപ്റ്റ് ചെയ്ത് വന്നിരുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കസ്റ്റം എന്ന് വിളിക്കുന്നത്. നമുക്ക് പല മതങ്ങളിലും ഒരുപാട് കസ്റ്റംസ് ഉണ്ട്. നമ്മുടെ പല സമൂഹങ്ങളും ചെയ്തു വരുന്ന ഒരുപാട് കസ്റ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ആക്ടിൻ്റെ പേര് കസ്റ്റംസ് എന്നാണ്. എന്ത് കസ്റ്റംസ് എന്ന്? അപ്പോൾ നമുക്ക് കസ്റ്റംസ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് പഠിക്കണ്ടേ? ഓക്കെ, ഇത് പറയാൻ വേണ്ടിയിട്ട് നമ്മളങ്ങ് പണ്ട് ബാക്കിലോട്ട് പോകണം. ബാക്കിലോട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പൊന്നുമല്ല, അങ്ങ് ഒരുപാട് നാൾ നമ്മളെ രാജാക്കന്മാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തേക്ക് പോകണം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇതൊരു രാജാവിൻ്റെ രാജ്യം, ഇത് മറ്റൊരു രാജാവിൻ്റെ രാജ്യം. ഓക്കെ, അപ്പോൾ ഒരു രാജാവിൻ്റെ രാജ്യത്തുള്ള ആൾക്കാർക്ക് അവിടെ ഒരു വ്യാപാരിയുണ്ട്. ഈ വ്യാപാരിക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഈ രാജ്യത്തിൽ നിന്നും കറങ്ങി നമ്മുടെ ഇപ്പുറത്തെ രാജാവിൻ്റെ ഈ രാജ്യത്ത് ചെന്നിട്ട് കച്ചവടം നടത്തണം. ഓക്കെ അല്ലേടാ? അതായത് ഇവിടെ ഉള്ള ഒരു വ്യാപാരിക്ക് കറങ്ങി നമ്മുടെ ഇപ്പുറത്തുള്ള രാജാവിൻ്റെ രാജ്യത്തിൽ ചെന്നിട്ട് കച്ചവടം നടത്തണം. അങ്ങനെ കച്ചവടം നടത്തണമെങ്കിൽ നോക്കിയേ, ഇവൻ നമ്മുടെ ഈ രാജ്യത്തിൽ നിന്ന് ഇറങ്ങി നടന്ന് നമ്മുടെ ഇപ്പുറത്തെ രാജ്യത്ത് സാധനങ്ങളൊക്കെ ആയിട്ട് എത്തിയപ്പം ആ രാജ്യത്തിൻ്റെ കവാടത്തിൽ, ആ രാജ്യത്തിൻ്റെ ഗേറ്റിൽ ചെന്നപ്പോൾ അവർക്കൊരു പ്രശ്നം. നമ്മുടെ നാട്ടിലുള്ളവനല്ല ഇവ അപ്പുറത്തെ നാട്ടിലുള്ളവനാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ രാജാവിന് ഇഷ്ടപ്പെടത്തില്ല, രാജാവ് സമ്മതിക്കത്തില്ല കച്ചവടം നടത്താൻ. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ കച്ചവടക്കാർ അവർ കച്ചവടം ചെയ്തു വന്നിരുന്നതിൻ്റെ ഒരു ചെറിയ പങ്ക്, ഇപ്പോൾ 10 ചാക്ക് അരിയാണ് അവൻ ഇവിടെ വിൽക്കാൻ കൊണ്ടുവന്നെങ്കിൽ അതിൽ ഒരു ചാക്ക് അരി രാജാവിന് വെറുതെ ഗിഫ്റ്റായിട്ട് കൊടുത്തു. രാജാവിനൊന്ന് സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് രാജാവിന് വെറുതെ എന്തായിട്ട് കൊടുത്തറാ? ഗിഫ്റ്റായിട്ട് കൊടുത്തു. അപ്പോൾ ഓക്കെ, രാജാവ് നോക്കിയപ്പോൾ കൊള്ളാം, വെറുതെ ഒരു ചാക്ക് അരി വരുന്നു, അവനിവിടെ വിറ്റോട്ടെ, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു ചാക്ക് അരി ഫ്രീ ആയിട്ട് കിട്ടി, പ്രശ്നമില്ല, അവൻ വിറ്റോട്ടെ, അങ്ങനെ സമ്മതിച്ചു. ഓക്കെ, രണ്ടാമത്തെ ആൾക്കാരും ഇത് കണ്ടിട്ട് വന്നു. ഒരു ചാക്ക് അരി അല്ലെങ്കിൽ അവൻ വിൽക്കുന്നതിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് രാജാവിന് കൊടുത്തു, രാജാവ് സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ അതങ്ങനെ പോയി വന്നപ്പോൾ അതൊരു കസ്റ്റമായിട്ട് മാറി. എന്തായിട്ട് മാറി? എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയായിട്ട് മാറി അല്ലേ? ഒരു ആചാരം, ഒരു ട്രഡീഷൻ പോലെ അതങ്ങ് മാറി. അതുകൊണ്ടാണ് അതിനെ കസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കച്ചവടം ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ രാജാവിന് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു അല്ലേ? അപ്പോൾ ആദ്യമേ ഇത് ഗിഫ്റ്റായിരുന്നു. പിന്നെ വന്നപ്പോൾ രാജാവ് നോക്കിയപ്പോൾ കൊള്ളാം, ഈ ഗിഫ്റ്റ് തരാത്ത ആൾക്കാരൊന്നും നമ്മുടെ നാട്ടിൽ കച്ചവടം ചെയ്യേണ്ട, ഗിഫ്റ്റ് തരുന്നവർ മാത്രം കച്ചവടം ചെയ്താൽ മതി. നമ്മുടെ രാജാവിന് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അയാൾ മാത്രം കച്ചവടം ചെയ്താൽ മതി. ഗിഫ്റ്റ് തരാത്ത ആൾ എന്ത് ചെയ്യണ്ട? കച്ചവടം ചെയ്യണ്ട. അപ്പോൾ നമ്മൾ ഈ വിൽക്കാൻ വേണ്ടിയിട്ട് പോണ കച്ചവടക്കാർക്ക് അതൊരു ഡ്യൂട്ടി ആയിട്ട് മാറിയില്ലേ? അതെന്തായിട്ട് മാറി? ഡ്യൂട്ടി ആയിട്ട് മാറി. അവരുടെ കസ്റ്റം എന്തായിട്ട് മാറി? അതൊരു ഡ്യൂട്ടി ആയിട്ട് മാറി. ആദ്യമേ ഗിഫ്റ്റായിട്ട് കൊടുത്ത ആ ഒരു സംഭവം പിന്നെ അവർക്കതൊരു ഡ്യൂട്ടി ആയിട്ട് മാറി. അത് കൊടുത്താലേ കച്ചവടം ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് മാറി. മനസ്സിലായോ? ഇതാണ് നമ്മുടെ കസ്റ്റംസ് ഡ്യൂട്ടിയുടെ തുടക്കം. അതായത് ഒരു രാജാവിൻ്റെ രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജാവിൻ്റെ രാജ്യത്തേക്ക് പോയി കച്ചവടം ചെയ്യണമെങ്കിൽ ആ രാജാവിന് നമ്മളൊരു എന്ത് കൊടുക്കണം? ഒരു ഗിഫ്റ്റ് കൊടുക്കണം. അത് ലേറ്റർ നമ്മുടെ ഒരു കസ്റ്റമായിട്ട് മാറി. ആ കസ്റ്റം പിന്നെ ഒരു ഡ്യൂട്ടി ആയിട്ട് മാറി. അതുകൊണ്ടാണ് നമ്മളതിനെ കസ്റ്റം ഡ്യൂട്ടി എന്ന് വിളിക്കുന്നത്. ഇത് രാജഭരണമൊക്കെ കഴിഞ്ഞ് ബ്രിട്ടീഷിൻ്റെ കാലത്ത് വന്നപ്പോൾ അത് അവർ കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കസ്റ്റംസ് ആക്ട് ഫോർമുലേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഇതിന് അതുപോലെ തന്നെ പേര് കൊടുത്തു, കസ്റ്റംസ് ഡ്യൂട്ടി അല്ലേ? കസ്റ്റംസ് ആക്ട്, കസ്റ്റം എന്ന് പറഞ്ഞ പേര് കൊടുത്തത് അങ്ങനെയാണ്.
മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുക. വളരെ പഴയ ഒരു ആക്റ്റാണ്. നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വന്നിരിക്കുന്ന ആക്ടുകളിൽ പഴയ കുറേ ആക്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്റ്റാണ് നമ്മുടെ ഈ കസ്റ്റംസ് ആക്ട്. അപ്പോൾ നമുക്ക് കസ്റ്റംസ് ആക്ട് എന്താണെന്ന് പഠിക്കാം. നിങ്ങളെല്ലാവരും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക, ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുക. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, രസകരമായിട്ട് രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ മുമ്പോട്ട് പോകും. അപ്പോൾ നമുക്കിനി ബാക്കി ടോപ്പിക്ക് പഠിക്കണ്ടേ? ബാക്കി ടോപ്പിക്ക് നമുക്ക് നേരെ കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ പോയിട്ട് സ്ക്രീനിൽ PDF കോപ്പി വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമേ തന്നെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത് കുറേ ബേസിക് കോൺസെപ്റ്റാണ്. അതായത് എന്താണ് കസ്റ്റംസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി എന്താണ്, കുറച്ച് ഡെഫിനിഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത്. നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ വെച്ച് തന്നെ തുടങ്ങാം. ഒന്നാമത്തെ കാര്യം കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ട്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ട്? ഓക്കെ, നമുക്കറിയാവുന്ന കാര്യം ഒന്ന് ബാക്കിലോട്ട് റിവൈൻഡ് ചെയ്ത് നോക്കിയേ. നമ്മൾ GST പഠിച്ച സമയത്ത് നമ്മളവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി പഠിച്ചായിരുന്നു. GSTയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി പഠിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഗവൺമെൻറ്റിന് എന്തെങ്കിലും ഒരു ടാക്സ് കളക്ട് ചെയ്യണമെങ്കിൽ, ടാക്സോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കളക്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള പവർ വേണം, അല്ലേ? നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ എല്ലാ പവറും, ഇന്ത്യയിൽ ആർക്കൊക്കെ എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടെന്നും അവരുടെ അവകാശങ്ങളും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകം, ഒരു ഫണ്ടമെൻ്റൽ ബുക്കാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കസ്റ്റംസ് ആക്ട് പ്രകാരം കസ്റ്റംസ് ലോ പ്രകാരം നമ്മൾ ടാക്സ് കളക്ട് ചെയ്യണമെങ്കിൽ, ടാക്സ് അല്ല ഡ്യൂട്ടി കളക്ട് ചെയ്യണമെങ്കിൽ നമുക്കവിടെ എന്ത് വേണം? കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ വേണം, അല്ലേ? നമ്മുടെ ഭരണഘടന നമുക്ക് അനുവദിച്ചിരിക്കണം, നമുക്ക് പവർ ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പം നമുക്ക് ആദ്യമേ അത് തന്നെ പഠിക്കാൻ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് കസ്റ്റംസ് ആക്ട് 1962 നമുക്ക് പഠിക്കാം, അല്ലേ? ഒന്നാമത്തെ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ പോയിന്റ് എന്താ നിങ്ങൾ വായിച്ചു നോക്കി. നിങ്ങൾ ഈ ഒരു സാധനം മാത്രം പഠിച്ചാൽ ഇനി അല്ലാതെ വേറെ നോട്ടും കാര്യങ്ങളൊന്നും പഠിക്കേണ്ട. ഇതിനകത്ത് തന്നെ നമ്മൾ 100% ടോപ്പിക്കുകളും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് നോക്കി, ദ കസ്റ്റംസ് ആക്ട് വാസ് എനാക്റ്റഡ് ബൈ ദ പാർലമെൻറ്റ് ഇൻ 1962 ആസ് പെർ ലിസ്റ്റ് 1 ഓഫ് യൂണിയൻ ലിസ്റ്റ്. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മുടെ കസ്റ്റംസ് ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയിരിക്കുന്നത്, അതായത് ഒരു ആക്റ്റായിട്ട് നിലവിൽ വന്നിരിക്കുന്നത് 1962 എന്താണ് 1962. ഈ 1962 ആൻസർ വരുന്ന ഒരു MCQ ഒരിക്കലും ചോദിക്കില്ല. കാരണം കസ്റ്റംസ് ആക്ട് പഠിക്കുന്ന എല്ലാവരും ഓർത്ത് വയ്ക്കുന്ന ഒരു സാധനമാണ് കസ്റ്റംസ് ആക്ട് 1962. അതുപോലെ GSTയും നമ്മുടെ ഡയറക്റ്റ് ടാക്സേഷൻ്റെ ആക്റ്റൊക്കെ നമ്മൾ ആക്ടിൻ്റെ വർഷം ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇനി എല്ലാ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണെങ്കിൽ ചിലപ്പം ചോദിക്കാം. ഓക്കെ, 1962. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്ത്? ആസ് പെർ ലിസ്റ്റ് 1 ഓഫ് യൂണിയൻ ലിസ്റ്റ്. ലിസ്റ്റ് എന്നൊക്കെ നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? നമ്മൾ GST പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു 3 ടൈപ്പ് ഓഫ് ലിസ്റ്റുകളുണ്ടെന്ന്. എന്താണ്? 1 യൂണിയൻ ലിസ്റ്റ്, 2 സ്റ്റേറ്റ് ലിസ്റ്റ്, 3 കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3 ലിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓർമ്മയെങ്കിലും കുഴപ്പമില്ല, വിട്ടേരെ, നമുക്ക് അതൊന്നും വേണ്ട, നമുക്കിവിടെ ആവശ്യമുള്ള കാര്യം മാത്രം പഠിക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയിടാ 1962 നമ്മുടെ പാർലമെൻറ്റ് കസ്റ്റംസ് ആക്ട് എനാക്ട് ചെയ്യുന്നത്, കസ്റ്റംസ് ആക്ടിനെ പാസ്സാക്കുന്നത് ലിസ്റ്റ് 1 ഓഫ് യൂണിയൻ ലിസ്റ്റ് പ്രകാരമാണ്, അല്ലേ? യൂണിയൻ ലിസ്റ്റിൻ്റെ ഫസ്റ്റ് ലിസ്റ്റ് 1 പ്രകാരമാണ് പാസ്സാക്കുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഒന്നാമത്തെ പോയിന്റ് പഠിച്ചു. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കി, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, MCQസിന് ചോദിക്കാൻ പറ്റുന്ന സാധനമാണിത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്? എൻട്രി നമ്പർ 83 of Union List of 7th Schedule to give the power of central government to levy duty of Customs Act including export duties. നമ്മൾ വേറെ എവിടെയോ പഠിച്ചിട്ടുണ്ട് എൻട്രി നമ്പർ. ഓർമ്മയുണ്ടോ? GSTയിൽ നമ്മൾ എൻട്രി നമ്പർ പഠിച്ചു. ഇൻകം ടാക്സിലും എൻട്രി നമ്പർ പഠിച്ചു. ഇൻകം ടാക്സിലെ എൻട്രി നമ്പർ എന്തായിരുന്നു? ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നു 82. ഓർമ്മയുണ്ടോ? കുഴപ്പമില്ല, ഓർമ്മയില്ലെങ്കിൽ വിട്ടേരാം, നമുക്ക് ഇവിടുത്തെ കാര്യം മാത്രം പഠിക്കാം. ഇവിടെ നമ്മൾ പഠിക്കുന്ന എന്താണ്? എൻട്രി നമ്പർ 83. അത് പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് ഏതാണ്? യൂണിയൻ ലിസ്റ്റ് ഷെഡ്യൂൾ 7. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ പറയാം. യൂണിയൻ ലിസ്റ്റിൻ്റെ ഷെഡ്യൂൾ 7 എൻട്രി നമ്പർ 83. യൂണിയൻ ലിസ്റ്റിൻ്റെ ഷെഡ്യൂൾ നമ്പർ 7 എൻട്രി നമ്പർ 83. ആ എൻട്രി പ്രകാരം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് പവർ കൊടുത്തിട്ടുണ്ട്. എന്ത്? കസ്റ്റംസ് ഡ്യൂട്ടിയും എക്സ്പോർട്ട് ഡ്യൂട്ടീസും ഒക്കെ കളക്ട് ചെയ്യാനും ലെവി ചെയ്യാനും ഒക്കെ. ഓക്കെ അല്ലേടാ? അപ്പം വേണമെങ്കിൽ MCQ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് കസ്റ്റംസ് ആക്ട് പ്രകാരം കസ്റ്റംസ് ഡ്യൂട്ടിയും എക്സ്പോർട്ട് ഡ്യൂട്ടിയൊക്കെ ലെവി ചെയ്യാൻ പവർ കൊടുത്തിരിക്കുന്ന എൻട്രി ഏതാണെന്ന്. അപ്പോൾ നമുക്ക് പറയാം എൻട്രി 3 ഓഫ് യൂണിയൻ ലിസ്റ്റ് ഓഫ് 7th ഷെഡ്യൂൾ. യൂണിയൻ ലിസ്റ്റിൻ്റെ 7th ഷെഡ്യൂൾ എൻട്രി നമ്പർ 83 ആണ് ആ സെൻട്രൽ ഗവൺമെൻറ്റിന് പവർ കൊടുത്തിരിക്കുന്നത്. പ്രശ്നമില്ലല്ലോടാ? പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ പണ്ട് പഠിച്ചപ്പോഴും എല്ലാം പഠിച്ചിട്ടുണ്ട്. ദിസ് ആക്ട് എക്സ്റ്റെൻഡ് ടു ഹോൾ ഓഫ് ഇന്ത്യ, അല്ലേ? ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഉണ്ട്, എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയില്ലേ? അതുപോലെ നമ്മുടെ കസ്റ്റംസ് ആക്ടിൻ്റെ ഒരു വാലിഡിറ്റി നമ്മുടെ ഇന്ത്യൻ ബൗണ്ടറീസിൻ്റെ എവിടെയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാമോ? നമ്മുടെ കസ്റ്റംസ് ആക്ട് ഹോൾ ഓഫ് ഇന്ത്യയിൽ മൊത്തം വാലിഡാണ്. അവിടെ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ അങ്ങനെ ഒരു പ്രൊവിഷനൊന്നുമില്ല.
മുമ്പ് അങ്ങനെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് നമുക്ക് പഠിക്കണ്ട. നമ്മൾ ലേറ്റസ്റ്റ് അമെൻമെൻ്റ് ആണ് പഠിക്കുന്നത്. നോക്കി, 29th March 2018 ഈ ഡേറ്റ് നമ്മൾ വേറെ എവിടെയൊക്കെ പിന്നെയും പഠിക്കും. ഈ ഡേറ്റ് നിങ്ങൾ ഓർത്ത് വെച്ചുതരാം. ഓക്കെ, ഈ ഡേറ്റ് ചുമ്മാ ഉണ്ടെന്ന് മാത്രം ഓർത്ത് വെച്ചാൽ അത് ഇപ്പോൾ ഇത് പഠിക്കണ്ട. ഓക്കെ, നമ്മൾ പറയാൻ പോകണം നമ്മുടെ കസ്റ്റംസ് ആക്ട് എക്സ്റ്റെൻഡ് ടു ഹോൾ ഓഫ് ഇന്ത്യ. ഇന്ത്യ ഫുള്ള് നമ്മുടെ കസ്റ്റംസ് ആക്ട് വാലിഡ് ആണ്. ഇന്ത്യ ഫുള്ള് കസ്റ്റംസ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കി, സേവ് ആസ് അതർവൈസ് പ്രൊവൈഡഡ് ഇൻ ദ ആക്ട്. അതായത് നമ്മുടെ ആക്റ്റിൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഏതെങ്കിലും പ്രൊവിഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അമെൻമെൻറ്റുകൾ വന്നപ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും നോട്ടിഫിക്കേഷൻസ് ഒക്കെ പബ്ലിഷ് ചെയ്തപ്പോൾ ഈ സ്ഥലത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഹോൾ ഓഫ് ഇന്ത്യ ആൻഡ് സേവ് ആസ് അതർവൈസ് അല്ല, ഹോൾ ഓഫ് ഇന്ത്യ അല്ല, എവിടെയെങ്കിലും എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് അതർവൈസ് പ്രൊവൈഡഡ് ഇൻ ദിസ് ആക്ട്. നമ്മുടെ ആക്റ്റിൽ വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ. ഓക്കെ, ഇറ്റ് അപ്ലൈസ് ഓൾസോ എനി ഒഫൻസ് ആൻഡ് കോൺട്രിവെൻഷൻസ് there under commit outside India by any person. അതായത് നമ്മുടെ കസ്റ്റംസ് ആക്ട് ഔട്ട്സൈഡ് ഇന്ത്യയും ആപ്ലിക്കബിൾ ആണ്. അതെങ്ങനെ കസ്റ്റംസ് ആക്ട് ഔട്ട്സൈഡ് ഇന്ത്യയിൽ ആപ്ലിക്കബിൾ ആണെന്ന്? അതായത് നിങ്ങളൊന്ന് ആലോചിക്കുകയെ, കുറേ കേസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് ഇന്ത്യക്ക് പുറത്തുനിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മൾ പിടിച്ചു, സ്വർണം സ്മഗിൾ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? അത് ഇന്ത്യക്ക് പുറത്തുനിന്നാണെങ്കിലും നമുക്ക് ചെറിയ പവറായിട്ട് വരികയാണെങ്കിൽ കസ്റ്റംസ് ആക്ട് ആപ്ലിക്കബിൾ ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യയും നമ്മുടെ കസ്റ്റംസ് ആപ്ലിക്കബിൾ ആണ്. ആ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വിട്ടേരട്ടോ, അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? കസ്റ്റംസ് ആക്ട് ഓൾ ഓഫ് ഇന്ത്യയിൽ ആപ്ലിക്കബിൾ ആണ്. കസ്റ്റംസ് ആക്ട് ഓൾ ഓഫ് ഇന്ത്യയിൽ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് നോക്കി, ആസ് പെർ സെക്ഷൻ 157 ഓഫ് കസ്റ്റംസ് ആക്ട് 1962 സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഹാസ് ബീൻ എംപവർഡ് ടു മേക്ക് റെഗുലേഷൻസ് കൺസിസ്റ്റൻറ്റ് വിത്ത് പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട്. അതായത് നമ്മൾ പഠിച്ചു CBIC എന്താണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ്. ഇതാണ് നമ്മുടെ അപ്പെക്സ് ബോഡി. അതായത് നമ്മുടെ കസ്റ്റംസ് ആക്ടിൻ്റെ എല്ലാ ആക്ടുകൾ കൊണ്ടുവരുന്നതും അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ കൊണ്ടുവരികയും അങ്ങനെയുള്ള എല്ലാ ഫുൾ പവറും നമ്മുടെ ഈ ബോഡിക്കാണ്. ഈ ബോഡി നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സേഷൻ പഠിച്ചപ്പോൾ, അതായത് നമ്മുടെ GST പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ്. ഈ ബോഡിയുടെ പണ്ടത്തെ പേരെന്താണെന്ന് അറിയാമോ? സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് എന്നായിരുന്നു. ഇൻഡയറക്റ്റ് ടാക്സ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് എന്നായിരുന്നു. നമ്മൾ എക്സൈസിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ടല്ലേ GST കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് പേര് മോഡിഫൈ ചെയ്തിട്ടാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് എന്നാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്ര പോയിന്റ് പഠിച്ചു? 1, 2, 3, 4 പോയിന്റ് പഠിച്ചു. ആ 4 പോയിന്റിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റംസ് ആക്ട് നിലവിൽ വന്നിരിക്കുന്നത് 1962 യൂണിയൻ ലിസ്റ്റ് 1 പ്രകാരമാണ് നിലവിൽ വന്നിരിക്കുന്നത്, പാർലമെൻറ്റ് പാസ്സാക്കിയിരിക്കുന്നത്. ഇനി സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ കസ്റ്റംസ് ആക്ട് പ്രകാരം ഡ്യൂട്ടീസ് ലെവി ചെയ്യാനുള്ള റൈറ്റ് കൊടുത്തിരിക്കുന്നത് 7th ഷെഡ്യൂൾ ഓഫ് യൂണിയൻ ലിസ്റ്റിൻ്റെ 7th ഷെഡ്യൂൾ എൻട്രി നമ്പർ 83 പിന്നെ നമ്മൾ പഠിച്ചതാണ് കസ്റ്റംസ് ആക്ട് എക്സ്റ്റെൻഡ് ടു ഹോൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഫുള്ള് നമ്മുടെ കസ്റ്റംസ് ആക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, എല്ലായിടത്തും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്ന ആസ് പെർ സെക്ഷൻ 157 ഓഫ് കസ്റ്റംസ് ആക്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ ആക്റ്റിൽ എന്തെങ്കിലും റെഗുലേഷൻസ് വരുത്താനോ പുതിയതായിട്ട് എന്തെങ്കിലും പ്രൊവിഷൻസ് കൊണ്ടുവരാനോ അങ്ങനെയുള്ള റൈറ്റുകൾ ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ്. ഇതിൻ്റെ പഴയ പേരെന്തായിരുന്നു? സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ്. ഓർമ്മയുണ്ടോ? എക്സൈസ് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ടായിരുന്നു. എക്സൈസ്, കസ്റ്റംസ്, അങ്ങനെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു പണ്ടുണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് എന്നാക്കി. പ്രശ്നമില്ലല്ലോ. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കി, വിത്ത് എഫക്ട് ഫ്രം 29/3/2018 സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ഹാസ് ബീൻ. കണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് എന്ന് പറയുന്ന നമ്മുടെ ബോഡിയാണ് 29/3/2018 എന്താക്കി മാറ്റിയത്? സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ആക്കി മാറ്റിയത്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ആക്കി മാറ്റിയത്. ഓക്കെ അല്ലേടാ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് ലാസ്റ്റ് പോയിന്റ്, ഇനി 3 പോയിന്റ് ഉണ്ട്. നമുക്ക് ആ പോയിന്റും കൂടെ നോക്കാം. എന്താ നോക്കി, അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഹാസ് ദ പവർ ടു ഇഷ്യൂ പബ്ലിക് നോട്ടീസ് ഈസ് കോൾഡ് ആസ് ട്രേഡ് നോട്ടീസ്. അതായത് നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസിലുള്ള ഒരു പ്രോപ്പർ ഓഫീസർ, നമ്മൾ GSTയിൽ പഠിച്ച പ്രോപ്പർ ഓഫീസർ പോലെ അധികാരമുള്ളൊരു ഓഫീസറാണ് കമ്മീഷണർ ഓഫ് കസ്റ്റംസ്. ആരാണ്ടാ? കമ്മീഷണർ ഓഫ് കസ്റ്റംസ്. ആ കമ്മീഷണർ ഓഫ് കസ്റ്റംസിനാണ് പബ്ലിക് നോട്ടീസ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ ഉള്ളത്. ഈ പബ്ലിക് നോട്ടീസിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ട്രേഡ് നോട്ടീസ് എന്ന് വിളിക്കും. അതായത് പബ്ലിക് നോട്ടീസ് എന്താണെന്നും ട്രേഡ് നോട്ടീസ് എന്താണെന്നും എന്നൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് മുമ്പോട്ട് വരുമ്പോൾ പഠിക്കും. എന്തായാലും പബ്ലിക്കിനോട് എന്തെങ്കിലും പറയാനുള്ള നോട്ടീസ്, എന്തെങ്കിലും റെഗുലേഷൻസ് ഉണ്ട്, എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെന്നൊക്കെ പറയാനുള്ള അധികാരം ആർക്കാണുള്ള? കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ആണ് ഉള്ളത്. ഓക്കെ അല്ലേടാ? കമ്മീഷണർ ഓഫ് കസ്റ്റംസിനാണ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താ നോക്കിയാൽ, അടുത്ത പോയിന്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ GST പഠിച്ചു. GST എവിടെയൊക്കെയാണ് ആപ്ലിക്കബിൾ? ഗുഡ്സിനും സർവീസിനും. GST എന്ന് പറയുന്നത് ഗുഡ്സിനും. നമ്മൾ എവിടെയെങ്കിലും സപ്ലൈ ഓഫ് ഗുഡ്സോ സപ്ലൈ ഓഫ് സർവീസോ നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ GST ആപ്ലിക്കബിൾ. നമ്മുടെ കസ്റ്റംസ് only applicable to goods.
ഓക്കെ അല്ലേ? അതും എപ്പോഴാണെന്നറിയാമോ? ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്. അതും എപ്പോഴാണ്? ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്. ഓക്കെ അല്ലേ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബേസിക് പോയിന്റ്സ് ആയിട്ട് നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ടിനകത്ത് പറഞ്ഞതേ ഉള്ളൂ. പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ചെയ്യുമ്പോഴാണ് കസ്റ്റംസ് ആക്ട് വാലിഡ് ആവുന്നത്. ഓക്കെ, ഗുഡ്സിന് മാത്രമാണ് കസ്റ്റംസ് ആക്ട് ഉള്ളത്. കമ്മീഷണർ ഓഫ് കസ്റ്റംസിനാണ് നമ്മുടെ ട്രേഡ് നോട്ടീസ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ ഉള്ളത്. പിന്നെ പറഞ്ഞു നമ്മുടെ ബോഡിയുടെ പേര് മാറ്റി. എന്നാണ് മാറ്റിയത്? 29/3/2018 മാറ്റിയത്. പിന്നെ നമ്മുടെ എൻട്രി നമ്പർ പറഞ്ഞു. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് പവർ കൊടുക്കുന്ന എൻട്രി നമ്പറും അതിൻ്റെ ഷെഡ്യൂൾ നമ്പറും ഏതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? കസ്റ്റംസ് ആക്ട് എക്സ്റ്റെൻഡ് ടു ഓൾ ഓഫ് ഇന്ത്യ ആണെന്ന് നമ്മൾ പറഞ്ഞു. പ്രശ്നമൊന്നുമില്ലല്ലോടാ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? ഇനി അടുത്ത പറയുന്ന പോയിന്റ് എന്താണെന്ന് നോക്കി. അടുത്ത പറയുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി നമ്മുടെ നോളജിന് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നതാണ്. ഇവിടെ നമ്മളൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ എന്താണെന്ന് നോക്കി. ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്സ്, ഡ്യൂട്ടി ആൻഡ് സെസ്. ടാക്സും ഡ്യൂട്ടിയും സെസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. ടാക്സും ഡ്യൂട്ടിയും സെസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്താണെന്നറിയാമോ? നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത് എവിടെയാണ്? ഗുഡ്സിനും സർവീസിനും. ഗുഡ്സ് ആൻഡ് സർവീസിനാണ് നമ്മൾ ടാക്സ് പേ ചെയ്യുന്നത്. ഓക്കെ, ഡ്യൂട്ടി പേ ചെയ്യുന്നതോ? നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ ഡ്യൂട്ടി എന്നല്ല വിളിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. ഈ ഡ്യൂട്ടി പേ ചെയ്യുന്ന എന്തിന് മാത്രമാണ്? ഗുഡ്സിന് മാത്രമാണ്. എന്തിന് മാത്രമാണ്? ഗുഡ്സിന് മാത്രമാണ്. ഓക്കെ, അപ്പം നമ്മൾ ടാക്സ് പേ ചെയ്യുന്ന ഗുഡ്സിനും സർവീസിനും, ഡ്യൂട്ടി പേ ചെയ്യുന്നത് ഗുഡ്സിന് മാത്രം. സെസ്സോ? സെസ് നമ്മൾ എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട്? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ സെസ്, സ്വച്ഛ് ഭാരത് സെസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സെസ്സുകളൊക്കെ ഉണ്ട്. ഈ സെസ്സും എവിടെയാണ്? അതും ഗുഡ്സിനും ആവാം സർവീസിനും ആവാം. ഗുഡ്സ് ആൻഡ് സർവീസിനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടാക്സും സെസ്സും തമ്മിൽ എന്താ വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ ഒരു ടാക്സ് കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പർപ്പസ് നമുക്കറിയില്ല. നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നത് എന്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം? ചിലപ്പോൾ റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും വെൽഫെയർ മെഷേഴ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ എന്തിന് വേണമെങ്കിലും നമുക്ക് ടാക്സ് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ടാക്സിൻ്റെ പർപ്പസ് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ സെസ് കളക്ട് ചെയ്യുന്നതിൻ്റെ പർപ്പസ് നമുക്കറിയാൻ പറ്റും. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷണൽ സെസ്, അത് ഹെൽത്തിനും എഡ്യൂക്കേഷനും മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. സ്വച്ഛ് ഭാരത് സെസ്, സ്വച്ഛ് ഭാരത് മിഷനുമായിട്ട് സംബന്ധിക്കുന്ന ചിലവുകൾക്ക് മാത്രമേ നമ്മുടെ സ്വച്ഛ് ഭാരത് സെസ് യൂസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ അല്ലേടാ? ഇതാണ് ഇത് തമ്മിലുള്ള മെയിൻ വ്യത്യാസം. ഇതെവിടെയും നമുക്ക് പഠിക്കാനില്ല, നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ അല്ലേടാ? പ്രശ്നമില്ല. ഇനി നമ്മൾ ഏതൊരു ആക്ട് പഠിച്ചാലും അവിടെ നമ്മൾ എന്ത് പഠിക്കണം? ചാർജിങ് സെക്ഷൻ പഠിക്കണം. ഏതൊരു ആക്ട് പഠിച്ചാലും നമ്മൾ അവിടെ എന്ത് പഠിക്കണം? ചാർജിങ് സെക്ഷൻ പഠിക്കണം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ചാർജിങ് സെക്ഷൻ. ചാർജിങ് സെക്ഷൻ. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ പവർ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഓർമ്മശക്തി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, GSTയുടെ ചാർജിങ് സെക്ഷൻ എന്തായിരുന്നു? നമ്മൾ പഠിച്ചതല്ലേ? ഒന്ന് പറഞ്ഞ്. GSTയുടെ ചാർജിങ് സെക്ഷൻ 9 ഓർമ്മയുണ്ടോ? സെക്ഷൻ 9 ആണ് GSTയുടെ ചാർജിങ് സെക്ഷൻ. ഓർമ്മയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓർമ്മയില്ലെങ്കിൽ വിട്ടേരാ, നിങ്ങൾ പിന്നെ പഠിച്ചാൽ മതി. പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടുത്തെ ചാർജിങ് സെക്ഷൻ എന്താണ്. ചാർജിങ് സെക്ഷനെ പറ്റിയിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഡ്യൂട്ടി ഓഫ് കസ്റ്റംസ് ഷാൾ ബി ലെവീഡ് ഓൺ ഗുഡ്സ് ഇമ്പോർട്ടഡ് ഇൻ ടു അല്ലെങ്കിൽ എക്സ്പോർട്ടഡ് ഫ്രം ഇന്ത്യ. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഗുഡ്സിനെ നമ്മൾ ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്ന് വിളിക്കും. ഇന്ത്യക്ക് പുറത്തോട്ട് കൊണ്ടുവരുന്ന നമ്മൾ എക്സ്പോർട്ടഡ് ഗുഡ്സ് എന്ന് വിളിക്കും. അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തും എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ചാർജ് ചെയ്യുന്ന സാധനമാണ് ഡ്യൂട്ടി. പ്രശ്നമില്ലല്ലോ. നമുക്ക് അറിയാവുന്ന പോയിന്റ് അവർ ജസ്റ്റ് ഇവിടെ ഒന്നും കൂടെ എഴുതി വെച്ചേക്കുന്നതേ ഉള്ളൂ. പ്രശ്നമൊന്നുമില്ലല്ലോ. നമുക്ക് അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം. അടുത്ത പോയിന്റ് പറയുന്നത്, at such rate as may be specified under Customs Tariff Act 1975. നോക്കിയടാ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? അതായത് നമ്മുടെ കസ്റ്റംസ് ആക്റ്റിൽ, നമ്മുടെ കസ്റ്റംസ് ലോയിൽ പ്രൊവിഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കസ്റ്റംസ് ആക്ട് 1962 പ്രൊവിഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പ്രൊവിഷൻസും ഇതെങ്ങനെയൊക്കെ വേണം, ഇതാരൊക്കെ കളക്ട് ചെയ്യണം, ഇതിൻ്റെ സംഭവങ്ങളൊക്കെ എന്താണ്, ഇങ്ങനെ വന്നാൽ അങ്ങനെ ചെയ്യണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ റേറ്റ് പറഞ്ഞിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975. കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975 റേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കസ്റ്റംസ് ആക്ട് 1962 എന്താ പറഞ്ഞിരിക്കുന്നത്? എങ്ങനെയൊക്കെ കളക്ട് ചെയ്യണം, എങ്ങനെയാണ് ലെവി ചെയ്യേണ്ടത്, ഈ എക്സ്പോർട്ട് എപ്പോഴാണ്, ഇമ്പോർട്ട് എപ്പോഴാണ്, എക്സ്പോർട്ടിൻ്റെ പ്രൊസീജിയേഴ്സ് എപ്പോഴാണ്, ഇമ്പോർട്ടിൻ്റെ പ്രൊസീജിയേഴ്സ് എപ്പോഴെന്നൊക്കെയാണ് നമ്മുടെ കസ്റ്റംസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. കസ്റ്റംസ് ടാരിഫ് ആക്ടിലാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? അത് ഏത് റേറ്റിൽ കളക്ട് ചെയ്യണം, ഏത് റേറ്റാണ് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏത് റേറ്റിൽ കളക്ട് ചെയ്യണം, ഏത് റേറ്റാണ് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇൻകം ടാക്സ് അല്ല, നമ്മുടെ കസ്റ്റംസ് ആക്ട് 1962 നമ്മുടെ കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975 തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പഠിക്കാം. ഡിഫറൻസ് ഒന്നുമല്ല, ഇത് തമ്മിലുള്ള ബന്ധം. ഇതെങ്ങനെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്താ താഴെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ബോക്സ് ഒന്ന് നോക്കാം. ഓക്കെ, അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കി. കസ്റ്റംസ് ആക്ട് 1962 പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രൊവിഷൻസ് റിഗാർഡിംഗ് ലെവി ആൻഡ് കളക്ഷൻ ഓഫ് ഡ്യൂട്ടി, പ്രൊഹിബിഷൻ ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്, ഓക്കെ, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സ്, അപ്പീൽ, ഡിമാൻഡ്, റീഫണ്ട് എക്സെട്ര.
അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കുറേ പ്രൊവിഷൻസും അതിൻ്റെ ആപ്ലിക്കബിലിറ്റി അത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എങ്ങനെ കളക്ട് ചെയ്യണം, ആരാണ് ഇത് ടാക്സ് പേ ചെയ്യാൻ ലയബിളായിട്ടുള്ളത്, എന്താണ് എക്സ്പോർട്ട്, എന്താണ് ഇമ്പോർട്ട്, എന്താണ് എക്സ്പോർട്ടായിട്ട് നമ്മൾ കണക്കാക്കാത്തത്, ഇമ്പോർട്ടായിട്ട് കണക്കാക്കാത്തത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണ്, എങ്ങനെ അപ്പീൽ ചെയ്യണം. ഓക്കെ, ഇങ്ങനെയുള്ള പ്രൊവിഷൻസ് ഒക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കസ്റ്റംസ് ആക്ട് 1962 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കസ്റ്റംസ് ടാരിഫ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? കസ്റ്റംസ് ടാരിഫ് ആക്ടിലാണ് റേറ്റ് ആൻഡ് ഡ്യൂട്ടീസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് ഒക്കെ പറഞ്ഞിരിക്കുന്നത്. റേറ്റ് ആൻഡ് ഡ്യൂട്ടീസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഗുഡ്സ് ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അത് കൂടാതെ ഇവിടെ 2 ഷെഡ്യൂളുണ്ട്. ഷെഡ്യൂൾ നമ്പർ 1 ആൻഡ് ഷെഡ്യൂൾ നമ്പർ 2. MCQ ക്വസ്റ്റ്യൻ ആണ് ഷെഡ്യൂൾ നമ്പർ 1 ആൻഡ് ഷെഡ്യൂൾ നമ്പർ 2. ഈ ഷെഡ്യൂൾ നമ്പർ 1ൽ പറഞ്ഞിരിക്കുന്നത് റേറ്റ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി, അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന റേറ്റ് എത്രയാണെന്നാണ് ഷെഡ്യൂൾ നമ്പർ 1ൽ പറഞ്ഞിരിക്കുന്നത്. ഷെഡ്യൂൾ നമ്പർ 2ൽ പറഞ്ഞിരിക്കുന്നതാണ് റേറ്റ് ഓഫ് എക്സ്പോർട്ട്, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എത്ര ചാർജാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് ഷെഡ്യൂൾ നമ്പർ 2ൽ പറഞ്ഞിരിക്കുന്നത്. പ്രശ്നമില്ലല്ലോടാ. അപ്പം നമ്മൾ എന്ത് പഠിച്ചു? കസ്റ്റംസ് ആക്റ്റും നമ്മുടെ കസ്റ്റംസ് ടാരിഫ് ആക്റ്റും തമ്മിലുള്ള വ്യത്യാസം. കസ്റ്റംസ് ആക്റ്റും കസ്റ്റംസ് ടാരിഫ് ആക്റ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് തിരിച്ചു വരാം. ചാർജിങ് സെക്ഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ചാർജിങ് സെക്ഷൻ 12 ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ കസ്റ്റംസ് ഡ്യൂട്ടി പറയുന്നത്. പക്ഷേ അതിൻ്റെ റേറ്റ് ആസ് സ്പെസിഫൈഡ് അണ്ടർ ഏത് ആക്ട്? കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975 ആണ്. ഓക്കെ, എക്സെപ്റ്റ് ആസ് പ്രൊവൈഡഡ് ഇൻ ദ ആക്ട് ഓർ എനി അതർ ലോ ഫോർ ദ ടൈം ബീങ് ഇൻ ഫോഴ്സ്. ഇനി ഇവിടെ എക്സംഷൻ പറഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ ആക്റ്റിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് വേണ്ടെന്ന്, വേണ്ടെങ്കിൽ വേണ്ട. ഇനി നമ്മുടെ ആക്റ്റിലല്ല, ഇതുവരെ ടൈം ബീങ് ഇന്ന് വരെ ഉള്ള ഏതെങ്കിലും ലോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് നമ്മുടെ കസ്റ്റംസ് കളക്ട് ചെയ്യേണ്ടെന്ന്, ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞു ഇന്ന ആൾക്കാർക്ക് ടാക്സ് കളക്ട് ചെയ്യേണ്ട, ഡ്യൂട്ടി ഇല്ല അവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇല്ല. ഓക്കെ അല്ലേടാ? അപ്പോൾ ഇവിടെ എക്സംഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത സാധനം എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കി. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, MCQ ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്നൊരു പോയിൻ്റാണ്. ഓക്കെ, above provision shall be applicable in respect of all goods belonging to ഗവൺമെൻറ് ഓൾസോ. അതായത് നമ്മുടെ ഗവൺമെൻറ്റും എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്താലോ എന്തെങ്കിലും ഒരു സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്താലോ എന്ത് കൊടുക്കണം? കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്തിരിക്കണം. ഗവൺമെൻറ്റിന് നമ്മുടെ കസ്റ്റംസ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. നമ്മുടെ ഗവൺമെൻറ്റിനും കസ്റ്റംസ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് നോക്കി, എക്സെപ്റ്റ്, പക്ഷേ ആർക്കൊക്കെയോ ഇല്ല. ആർക്കാ നോക്കി? എക്സെപ്റ്റ് ഇമ്പോർട്ട്സ് ഓഫ് ഇന്ത്യൻ നേവി, സ്പെസിഫിക് എക്യുപ്മെൻറ്റ്സ് റിക്വയർഡ് ബൈ പോലീസ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, കോസ്റ്റൽ ഗാർഡ്സ് എക്സെട്ര. അതായത് നമ്മുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പോലീസ്, അതുപോലെ എയർഫോഴ്സ്, ഇന്ത്യൻ നേവി, നമ്മുടെ ഡിഫൻസ്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തുനിന്ന് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പുറത്തോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തില്ല? കസ്റ്റംസ് ഡ്യൂട്ടി ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ യുദ്ധവിമാനങ്ങളും നമുക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സും ഒക്കെ നമ്മൾ പുറത്തുനിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു സാധനത്തിന് നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ പിന്നെയും ഡ്യൂട്ടി കളക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അവിടെ എക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ അല്ലേ? ഇനി ഈ പോയിന്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് നമ്മുടെ കസ്റ്റംസ് ആക്ട് ഗവൺമെൻറ്റിനും ആപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. കസ്റ്റംസ് ആക്ട് ഗവൺമെൻറ്റിനും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഗവൺമെൻറ്റും കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്യണം. പക്ഷേ നമ്മൾ എവിടെയും കേട്ടിട്ടല്ലോ ഗവൺമെൻറ് കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്തതായിട്ട്. ഓക്കെ അല്ലേടാ? കാരണം ഈ സെക്ഷൻ 12 ചാർജിങ് സെക്ഷനാണ്. സെക്ഷൻ 12 എന്താണ്? ചാർജിങ് സെക്ഷനാണ്. ആരൊക്കെ പേ ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഗവൺമെൻറ്റിന് പേ ചെയ്യാനുള്ള ലയബിലിറ്റി ഇട്ട് കൊടുക്കുകയാണ്. ഗവൺമെൻറ്റിന് പേ ചെയ്യാനുള്ള ലയബിലിറ്റി ഇട്ട് കൊടുത്തു. പക്ഷേ ഗവൺമെൻറ് അത് പേ ചെയ്യൂല. കാരണം നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് അതിനെ മാറ്റിയിട്ട് ഇപ്പോൾ എന്താക്കി മാറ്റി? സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ് ആക്കി. അവർ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ ഇറക്കും, ഗവൺമെൻറ് സാധനങ്ങളൊന്നും പേ ചെയ്യേണ്ട. അങ്ങനെ കുറേ എക്സംഷൻസും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ട് ഗവൺമെൻറ് അത് മൊത്തം ഇല്ലാതാക്കി കൊടുക്കുകയാണ് പതിവ്. അപ്പോൾ ഗവൺമെൻറ് പേ ചെയ്യൂല. നമ്മൾ ചാർജിങ് സെക്ഷൻ പഠിക്കുമ്പോൾ ഗവൺമെൻറ്റിനും അത് ആപ്ലിക്കബിൾ ആണെന്ന് പഠിച്ചെന്നേ ഉള്ളൂ. പ്രശ്നമൊന്നുമില്ലല്ലോടാ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നേ. നമ്മുടെ ഈ കിടക്കുന്ന ഐറ്റവും പഠിച്ചാണ് എന്ത്? കസ്റ്റംസ് ആക്റ്റും നമ്മുടെ കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975 തമ്മിലുള്ള വ്യത്യാസം. കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975 റേറ്റ് പറയുന്നു, കസ്റ്റംസ് ആക്ടിലെ പ്രൊവിഷൻസും അതുമായിട്ടുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം പറയുന്നു. കസ്റ്റംസ് ടാരിഫ് ആക്ടിനകത്ത് എന്തുണ്ട്? 2 ഷെഡ്യൂളുണ്ട്. ഓക്കെ, ഷെഡ്യൂൾ 1 ഇമ്പോർട്ടിനെ പറ്റിയിട്ടും ഷെഡ്യൂൾ 2 എക്സ്പോർട്ടിനെ പറ്റിയിട്ടുമാണ്, എക്സ്പോർട്ടിൻ്റെ റേറ്റിനെ പറ്റിയിട്ടുമാണ് പറയുന്നത്. പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പേജിലോട്ട് പോകാം. നമ്മൾ പഠിച്ചു കസ്റ്റംസ് ആക്ട് എക്സ്റ്റെൻഡ് ടു ഹോൾ ഓഫ് ഇന്ത്യ അല്ലേ? ഇന്ത്യയിൽ ഫുള്ള് കസ്റ്റംസ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇന്ത്യയിൽ ഫുള്ള് കസ്റ്റംസ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. ഇനി ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിനോ ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിനോ ആണ് കസ്റ്റംസ് ആക്ട് നമ്മൾ കസ്റ്റംസ് പേ ചെയ്യേണ്ടത്, കസ്റ്റംസ് ഡ്യൂട്ടി പേ ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? ലാൻഡ് മാസ് മാത്രമാണോ ഉള്ളത്? അതോ നമ്മൾ GST പഠിച്ചപ്പോൾ കുറച്ച് നോട്ടിക്കൽ മൈൽസിൻ്റെ കണക്കൊക്കെ പഠിച്ചു, അവിടെ വരെയുള്ള കാര്യങ്ങളൊക്കെയാണോ ഉള്ളത്? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണ്ടേ? അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ഡെഫിനിഷൻ പഠിക്കണ്ടേ? എന്താണ് ഇന്ത്യ എന്ന് വരുന്ന കാര്യങ്ങൾ പഠിക്കണ്ടേ? അപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഡെഫിനിഷൻ പഠിക്കണം. നമുക്ക് പഠിക്കാം. അത് കഴിഞ്ഞാൽ ഇവിടെ താഴെ കുറച്ച് പോയിന്റ്. കസ്റ്റംസ് വാട്ടർ, കോണ്ടിനെൻ്റൽ ഷെൽഫ്, സ്പെഷ്യൽ എക്കണോമിക് സോൺ,
എക്കണോമിക് സോൺ എന്താണെന്ന് പഠിക്കാം. ഹൈ സീ ലാൻഡ്, ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയ, ഇങ്ങനെ കുറച്ച് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് പഠിക്കാം. സിമ്പിളായിട്ട് എങ്ങനെയാണെന്ന് അറിയാമോ? ദാ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട്. നമ്മൾ ഈ സ്പേസിൽ ഒരു ഡയഗ്രാം വരച്ചുകൊണ്ട് ഈ സാധനങ്ങൾ ഒറ്റയടിക്ക് അങ്ങ് പഠിക്കും. പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് സൂം ചെയ്തിട്ട് ആ സാധനം അങ്ങ് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യ വരയ്ക്കുകയാണ്. നമ്മൾ എന്ത് വരയ്ക്കാൻ പോവാണ്? ഇന്ത്യ വരയ്ക്കാൻ പോവാണ്. നമ്മുടെ ഇന്ത്യ കിടക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇതാ പിടിച്ചോ ഇന്ത്യ. നിങ്ങൾ ഇന്ത്യയുടെ സങ്കല്പിക്കുക. നമ്മുടെ ഇന്ത്യയെ കണ്ടേ. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിലുള്ള ലാൻഡ് മാസ് അത് ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയിലുള്ള ലാൻഡ് മാസ്, അതായത് ഇന്ത്യയുടെ ബൗണ്ടറിക്കകത്ത് എത്ര ഏക്കർ സാധനങ്ങളുണ്ടോ ആ ഭൂമികളെല്ലാം ഇന്ത്യയുടെ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഡെഫിനിഷനകത്ത് ഒന്നാമത്തെ സാധനമാണ് എന്ത്? ലാൻഡ് മാസ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഉള്ളിൽ ബൗണ്ടറിക്കകത്ത് കിടക്കുന്ന സ്ഥലം, മണ്ണ്, അത് ഇന്ത്യ തന്നെയാണ്. ഓക്കെ, പ്രശ്നമില്ല. ഇനി വരുന്ന എന്താണെന്നറിയാമോ? ഇന്ത്യയിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽസ്. ഇന്ത്യയിൽ നിന്നും എത്ര? 12 നോട്ടിക്കൽ മൈൽസ്. ഈ ഇന്ത്യയിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള സ്ഥലത്തിനെ പറയുന്ന പേരാണ് ടെറിട്ടോറിയൽ വാട്ടർ. എന്തെന്ന് പറയും? ടെറിട്ടോറിയൽ വാട്ടർ. ഒന്നും കൂടെ പറഞ്ഞിടാം. ഇന്ത്യയിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽസ്. ഇന്ത്യയിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽസ്. ആ സ്ഥലത്തിന് പറയുന്ന പേര്, ഇവിടം വരെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ടെറിട്ടോറിയൽ വാട്ടർ. എന്തെന്ന് പറയും? ടെറിട്ടോറിയൽ വാട്ടർ എന്ന് പറയും. അപ്പോൾ രണ്ടാമത്തെ പോയിന്റായി, ഇന്ത്യക്കകത്ത് എന്തൊക്കെ വരും? ഒന്നാമത്തെ കാര്യം ഇന്ത്യയുടെ ലാൻഡ് മാസ്. രണ്ടാമത്തത് ഇന്ത്യയുടെ ബൗണ്ടറിയിൽ നിന്നും, അതായത് ഇന്ത്യയുടെ ബേസ് ലൈനിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽസ് അകലെ അവിടെ വരെയുള്ള സ്ഥലത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ടെറിട്ടോറിയൽ വാട്ടർ. ആ ടെറിട്ടോറിയൽ വാട്ടറും ഇന്ത്യ തന്നെയാണ്. ആ ടെറിട്ടോറിയൽ വാട്ടറും ഇന്ത്യ തന്നെയാണ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ ലാൻഡ് മാസിൽ നിന്ന് കുറേയും കൂടെ ദൂരോട്ട് പോവാണ്. അതായത് നമ്മളൊരു 200 നോട്ടിക്കൽ മൈൽസ് പോവാണ്. എത്ര പോകണ? 200 നോട്ടിക്കൽ മൈൽസ് പോവാണ്. അവിടം വരെയുള്ള സ്ഥലത്തിന് പറയുന്ന പേരാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. എന്തെന്ന് വിളിക്കും നമ്മൾ? എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് വിളിക്കും. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞ്, ഇന്ത്യയിൽ നിന്നും, അതായത് ഇന്ത്യയുടെ ലാൻഡ് മാസിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയുടെ ബേസ് ലൈനിൽ നിന്നും 200 നോട്ടിക്കൽ മൈൽസ്, ഇന്ത്യയുടെ ബേസ് ലൈനിൽ നിന്നും 200 നോട്ടിക്കൽ മൈൽസ് അകലെ പോവുകയാണെങ്കിൽ അവിടം വരെയുള്ള സ്ഥലത്തിന് നമ്മൾ എന്തെന്ന് വിളിക്കും? എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് വിളിക്കും. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് വിളിക്കും. അതും ഇന്ത്യ തന്നെയാണ്. പക്ഷേ ഓയിൽ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം. ഓയിൽ എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം. കൺഫ്യൂഷനായോ? കൊളായോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ത്യ ഒന്നും കൂടെ വരയ്ക്കാം. പിടിച്ചോ നമ്മുടെ ഇന്ത്യ. ഇതാണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയിൽ നിന്നും ആദ്യത്തെ പോയിന്റ് നമ്മുടെ ലാൻഡ് മാസ്, അത് നമുക്കറിയാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 12 നോട്ടിക്കൽ മൈൽസ്. ആ 12 നോട്ടിക്കൽ മൈൽസ് ഉള്ള സ്ഥലത്തിന് എന്തെന്ന് വിളിക്കും? ടെറിട്ടോറിയൽ വാട്ടർ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഈ 12 നോട്ടിക്കൽ മൈൽസ് തന്നെ ഒന്ന് നീട്ടി വരയ്ക്കുകയാണെങ്കിൽ ഈ 12 നോട്ടിക്കൽ മൈൽസ് കഴിഞ്ഞിട്ടുള്ള 188 നോട്ടിക്കൽ മൈൽസ് മൊത്തം കൂടെ ചേരുമ്പോൾ 200 നോട്ടിക്കൽ മൈൽസ്. പ്രശ്നമില്ലല്ലോടാ. അതായത് ഇന്ത്യയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽസ് ടെറിട്ടോറിയൽ വാട്ടർ, അത് കഴിഞ്ഞിട്ടുള്ള 188 നോട്ടിക്കൽ മൈൽസ്, ടോട്ടൽ പറയുമ്പോൾ 200 നോട്ടിക്കൽ മൈൽസ്. ഇവിടെ വരെയുള്ള സ്ഥലത്ത് നമ്മൾ എന്തെന്ന് വിളിക്കും? എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് വിളിക്കും. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് വിളിക്കും. ഈ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, അതായത് ഈ 12 നോട്ടിക്കൽ മൈൽസ് കഴിഞ്ഞിട്ടുള്ള ഈ 188 നോട്ടിക്കൽ മൈൽസ് എന്ത് തന്നെയാണ്? ഇന്ത്യ തന്നെയാണ്. പക്ഷേ എന്തിനു വേണ്ടിയിട്ട്? ലിമിറ്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് ഓയിൽ. അതായത് നമ്മുടെ കടലിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യും. ആ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ 188 നോട്ടിക്കൽ മൈൽസ് ഇന്ത്യ. വേറെ എന്ത് പർപ്പസിനും അത് ഇന്ത്യ അല്ല. മനസ്സിലായില്ലെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഒരു ഷിപ്പ്, ആ ഷിപ്പ് എന്ത് ചെയ്യുന്നു? 12 നോട്ടിക്കൽ മൈൽസ് വരെയാണ് എന്തുണ്ടോ മീൻ പിടിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഈ 12 നോട്ടിക്കൽ മൈൽസ് കഴിഞ്ഞിട്ട് നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ കയറിയിട്ട് മീൻ പിടിക്കുകയാണ്. മീൻ പിടിച്ചിട്ട് തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് എക്സ്പോർട്ടായിട്ട് നമ്മൾ കണക്കാക്കും. അവിടെ നമ്മൾ എക്സ്പോർട്ട് ഡ്യൂട്ടി ഈടാക്കും. ഈടാക്കുമെന്നല്ല, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. അവിടെ വേറെ എക്സംഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നമുക്ക് ഇപ്പോൾ അറിയേണ്ട. ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. മനസ്സിലായോ അവിടെ? അതായത് 12 നോട്ടിക്കൽ മൈൽസ് വരെയാണ് എല്ലാ പർപ്പസിനും ഇന്ത്യ. ഈ 12 നോട്ടിക്കൽ മൈൽസിനെക്കാളും പുറത്ത് നമ്മൾ പോവുകയാണെങ്കിൽ, പുറത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യ അല്ല. ഇന്ത്യ എപ്പോൾ മാത്രമേ ആവൂ? നമ്മുടെ ഓയിൽ റിഗ്സിന് വേണ്ടിയിട്ട് മാത്രം, അതായത് ഓയിൽ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് അത് ഇന്ത്യ. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പോയിന്റ് പഠിച്ചെന്ന് പറഞ്ഞ്, ഒന്നാമത്തെ പോയിന്റ് ഇന്ത്യ ഇൻക്ലൂഡ്സ് ലാൻഡ് മാസ്. ഇന്ത്യക്കകത്ത് എന്തുണ്ട്? ലാൻഡ് മാസ് ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് നമ്മൾ എന്ത് പഠിച്ചു? ഇന്ത്യക്കകത്ത് 12 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള ലാൻഡ്, അതിനെ ടെറിട്ടോറിയൽ വാട്ടർ എന്ന് വിളിക്കും. അത് ഇന്ത്യ തന്നെയാണ്. ഫോർ ഓൾ പർപ്പസ്, എല്ലാ പർപ്പസിനും അതെന്ത്? ഇന്ത്യ തന്നെയാണ്. പ്രശ്നമില്ലല്ലോ. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഈ 12 നോട്ടിക്കൽ മൈൽസ് കഴിഞ്ഞിട്ടുള്ള 188 നോട്ടിക്കൽ മൈൽസ് അതിനെ നമ്മൾ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് വിളിക്കും. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഇന്ത്യയാണ്, പക്ഷേ ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ഓയിൽ എക്സ്ട്രാക്ഷൻ, അല്ലേ? ഓയിൽ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട് മാത്രം അത് ഇന്ത്യയാണ്. പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമ്മൾ 3 പോയിന്റ് പഠിച്ചില്ലേ? സത്യം പറഞ്ഞാൽ ഇതാണ് ഇന്ത്യ. സത്യം പറഞ്ഞാൽ എന്ത്? ഇതാണ് ഇന്ത്യ. ഇങ്ങോട്ട് വന്നു ഇന്ത്യ. ഒന്ന് നമ്മുടെ ലാൻഡ് മാസ്, രണ്ട് നമ്മുടെ 12 നോട്ടിക്കൽ മൈൽസ്, മൂന്നാമത്തെ നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, പക്ഷേ ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ഓയിൽ റിഗ്സ്. ഇതാണ് ഇന്ത്യയുടെ ഡെഫിനിഷൻ ആസ് പെർ സെക്ഷൻ 228. ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 28 പറയുന്ന ഇന്ത്യയാണിത്. പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ ആ താഴെ കുറച്ച് വാക്കുകൾ കണ്ടെന്ന് പറഞ്ഞില്ലേ? എന്ത്? കസ്റ്റംസ് വാട്ടർ, കോണ്ടിനെൻ്റൽ ഷെൽഫ്,
എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, ഹൈ സീ, ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയ. നമുക്ക് ഈ കാര്യങ്ങളിലൂടെ എന്താണെന്ന് പഠിക്കാം. ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയ ഉൾപ്പെടെ ഈ ഒരു കാര്യങ്ങളിലൂടെ ഈ ഒരു പടം വെച്ചിട്ടുണ്ട് നമുക്ക് എന്താണെന്ന് പഠിക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മൾ പഠിച്ച കാര്യം ഒന്ന് റിവൈസ് ചെയ്യാം. റിവൈസ് ഒന്നും ചെയ്യുന്നില്ല. ഇതാണ് ഇന്ത്യ. ഒന്നാമത്തെ പോയിന്റ് ലാൻഡ് മാസ് ഞാൻ എഴുതണ്ടല്ലോ. രണ്ടാമത്തെ പോയിന്റ് എന്ത്? നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടർ. മൂന്നാമത്തെ പോയിന്റ് നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. ഈ മൂന്നായിട്ടും ഇന്ത്യയാണ്. പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടം വരെയുള്ള നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിലെ 200 മൈൽസ് ഇവിടം വരെയുള്ള വാട്ടറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കസ്റ്റംസ് വാട്ടർ. ഇവിടെ വരെയുള്ള വാട്ടർ ലെവലില്ലേ, ഇവിടെ വരെയുള്ള വാട്ടറില്ലേ, ആ ഒരു ലിമിറ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കസ്റ്റംസ് വാട്ടർ. ഓക്കെ അല്ലേടാ? പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പോയിന്റ് പഠിച്ചേ. പണ്ട് നമ്മുടെ ഈ 12 നോട്ടിക്കൽ മൈൽസ്, അതായത് ടെറിട്ടോറിയൽ വാട്ടർ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 12 നോട്ടിക്കൽ മൈൽസ്, അതായത് ടോട്ടൽ 24 നോട്ടിക്കൽ മൈൽസ് വരെയായിരുന്നു കസ്റ്റംസ് വാട്ടർ. 24 നോട്ടിക്കൽ മൈൽസ് വരെയായിരുന്നു കസ്റ്റംസ് വാട്ടർ. അതിപ്പോൾ മാറ്റിയിട്ട് എത്രയാക്കി മാറ്റി? 200 നോട്ടിക്കൽ മൈൽസ്. അതായത് നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൻ്റെ അവിടെ വരെയുള്ള വാട്ടറും എന്ത് തന്നെയാണ്? കസ്റ്റംസ് വാട്ടറാണ്. ഇനി ഇതിനെ കസ്റ്റംസ് വാട്ടർ എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഇവിടെ ഇവർക്ക് ചില അധികാരമുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കമ്മീഷണർക്കും, അതായത് കസ്റ്റംസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട നമ്മളെ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാരില്ലേ, അധികാരമുള്ള ആൾക്കാർക്ക്, അവർക്ക് ഈ 200 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള കസ്റ്റംസ് വാട്ടറിൽ പോയിട്ട് ഏത് ഷിപ്പ് വന്നാലും അവിടെ അറസ്റ്റ് ചെയ്യാം, അവരെ സെർച്ച് ചെയ്യാം, സീസ് ചെയ്യാം. അങ്ങനെ 3 റൈറ്റ് ഇവർക്കുണ്ട് കസ്റ്റംസ് വാട്ടർ വരെ. എന്താണ്? 1 അറസ്റ്റ്, 2 സെർച്ച്, 3 സീസ്. 1 അറസ്റ്റ്, 2 സെർച്ച്, 3 സീസർ. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞിടാം. അതായത് നമ്മുടെ ഇന്ത്യയുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ വരെയുള്ള, അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബേസ് ലൈനിൽ നിന്നും 200 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള വാട്ടറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കസ്റ്റംസ് വാട്ടർ എന്ന് വിളിക്കുന്നത്. ആ കസ്റ്റംസ് വാട്ടർ വരെ നമ്മുടെ കസ്റ്റംസ് ഓഫീസർമാർക്ക് കുറേ അധികാരങ്ങളുണ്ട്. എന്താണ് അധികാരങ്ങൾ? 3 അധികാരങ്ങളുള്ള. 1 അറസ്റ്റ്, 2 സെർച്ച്, 3 സീസ്. ഒന്ന് നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുക, നമ്മുടെ ഷിപ്പിലോ എവിടെയെങ്കിലും കയറിയിട്ട് സെർച്ച് ചെയ്യുക, അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ഇല്ലീഗലായിട്ട് കാണുകയാണെങ്കിൽ അതിനെ സീസ് ചെയ്തെടുക്കുക. ഇതിനുള്ള അധികാരം ആർക്കുണ്ട്? നമ്മുടെ കസ്റ്റംസ് ഓഫീസർമാർക്കുണ്ട്. പണ്ട് ഇത് എവിടം വരെ ആയിരുന്നു? 24 നോട്ടിക്കൽ മൈൽസ് വരെ ആയിരുന്നു. MCQ ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെച്ചിരിക്കുക. ഇനി അടുത്ത കോണ്ടിനെൻ്റൽ ഷെൽഫ്. കോണ്ടിനെൻ്റൽ ഷെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ കസ്റ്റംസ് വാട്ടറിന് താഴെയുള്ള ലാൻഡ്, അതിനെയാണ് കോണ്ടിനെൻ്റൽ ഷെൽഫ് എന്ന് വിളിക്കുന്നത്. അതായത് ഇന്ത്യയുടെ ബേസ് ലൈനിൽ നിന്നും 200 നോട്ടിക്കൽ മൈൽസ് അകലെ വരെയുള്ള, അതായത് കസ്റ്റംസ് വാട്ടർ വരെയുള്ള അതിന് താഴെ കിടക്കുന്ന ലാൻഡ്, സീ ബെഡ്, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? കോണ്ടിനെൻ്റൽ ഷെൽഫ്. എന്തെന്ന് വിളിക്കും? കോണ്ടിനെൻ്റൽ ഷെൽഫ്. നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞു വെച്ചിരുന്നാൽ ഈ കോണ്ടിനെൻ്റൽ ഷെൽഫ് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല കേട്ടോ. ഓക്കെ, അത് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. അത് നമുക്കറിയാം. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറഞ്ഞാൽ എവിടെ? നമ്മുടെ ലാൻഡ് മാസിൻ്റെ ഈ ലാൻഡ് ബേസ് ലൈൻ തൊട്ട് 200 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്നത്. പ്രശ്നമില്ലല്ലോ. ഇനി അടുത്തയാണ് ഹൈ സീസ്. എന്താണടാ ഹൈ സീ? അതായത് നമ്മൾ പഠിച്ചു ഈ 200 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള സ്ഥലത്തിന് എന്ത്? കസ്റ്റംസ് വാട്ടർ എന്ന് വിളിക്കും. അവിടെ ചെന്നിട്ട് കസ്റ്റംസ് ഓഫീസർമാർക്ക് അറസ്റ്റ് ചെയ്യാനും സെർച്ച് ചെയ്യാനും സീസ് ചെയ്യാനുള്ള അധികാരങ്ങളുണ്ട്. ഈ 200 നോട്ടിക്കൽ മൈൽസിന് പുറത്തുള്ള സ്ഥലമില്ലേ, ഈ സ്ഥലത്തിനെയാണ് ഹൈ സീ എന്ന് വിളിക്കുന്നത്. ഈ സ്ഥലത്തിനാണ് എന്തെന്ന് വിളിക്കുന്നത്? ഹൈ സീ എന്ന് വിളിക്കുന്നത്. ഇവിടെ ആർക്കും അധികാരമില്ല. ആർക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കും ഇല്ല. ഇനി ഇന്ത്യയിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽസ് അകലെ കിടക്കുന്ന സ്ഥലത്തിന് ശ്രീലങ്കയ്ക്കും അധികാരമില്ല. മനസ്സിലായോ? അതായത് എല്ലാ രാജ്യങ്ങൾക്കും ഈ സാധനം ഏകദേശം കോമൺ ആണ്. അതായത് അവരുടെ സ്ഥലത്ത് നിന്നും, അവരുടെ ബേസ് ലൈനിൽ നിന്നും 200 നോട്ടിക്കൽ മൈൽസ് അകലെ വരെയുള്ള സ്ഥലം വരെ അവർക്ക് റൈറ്റ് ഉള്ളൂ. അതിനുശേഷം കിടക്കുന്ന സീ ഇല്ലേ, അതിനുശേഷം കിടക്കുന്ന സ്ഥലമില്ലേ, അത് ആർക്കും അധികാരമില്ല. ആ സ്ഥലത്തിന് വിളിക്കുന്ന പേരാണ് ഹൈ സീ. അതായത് 200 നോട്ടിക്കൽ മൈൽസിന് ബിയോണ്ട് കിടക്കുന്ന സ്ഥലം. അവിടെ ഒരു രാജ്യങ്ങൾക്കും അധികാരമില്ല, അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും ഈക്വൽ റൈറ്റ്സ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേടാ? പ്രശ്നമില്ലല്ലോ. ഇനി ഇതിനെ മൊത്തത്തിൽ, അതായത് നമ്മൾ ഈ പറയുന്ന കോണ്ടിനെൻ്റൽ കസ്റ്റംസ് വാട്ടറും നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണും ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഈ സ്ഥലത്തിന് മൊത്തത്തിൽ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയ. എന്തെന്ന് വിളിക്കാം? ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയ എന്ന് വിളിക്കാം. ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയ എന്ന് വിളിക്കാം. പക്ഷേ കുറച്ച് സാധനങ്ങൾ നമ്മൾ എക്സെപ്റ്റ് ചെയ്തിരിക്കും. അത് നമുക്ക് നേരെ നോട്ടിലോട്ട് പോകുമ്പോൾ പഠിക്കാം. മനസ്സിലായോ? അപ്പോൾ ഈ പിക്ചർ നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. ഇതെന്തൊരു വൃത്തിയുടെ പിക്ചർ. നിങ്ങൾ ഈ പിക്ചർ മനസ്സിൽ വെക്കേണ്ട, നിങ്ങൾക്ക് ആ ഐഡിയ നിങ്ങൾ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ റിവൈൻഡ് ചെയ്യാം. ഇന്ത്യക്കകത്ത് എന്തൊക്കെയുണ്ട്? 1 ലാൻഡ് മാസ്, 2 ടെറിട്ടോറിയൽ വാട്ടർ 12 നോട്ടിക്കൽ മൈൽസ്, പിന്നെ 200 നോട്ടിക്കൽ മൈൽസ് വരെ നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, പക്ഷേ ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ഓയിൽ എക്സ്ട്രാക്ഷൻ. പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മൾ കസ്റ്റംസ് വാട്ടർ എന്താണെന്ന് പഠിച്ചു. കസ്റ്റംസ് വാട്ടറിലാണ് നമ്മുടെ കസ്റ്റംസ് ഓഫീസർമാർക്ക് റൈറ്റ് ഉള്ളത്. എന്ത്? അറസ്റ്റ് ചെയ്യാനും സെർച്ച് ചെയ്യാനും സീസ് ചെയ്യാനും റൈറ്റ് ഉള്ളത്. അതെവിടം വരെയാണ്? 200 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള എല്ലാ സാധനങ്ങളും. അവിടെ ഗൾഫ് ആയാലും അല്ല എന്തെങ്കിലും ക്രിക്സ് ഉണ്ടെങ്കിലും എന്തെങ്കിലും റിവേഴ്സ് ഉണ്ടെങ്കിലും അവിടെയുള്ള എല്ലാ സ്ഥലങ്ങൾക്കും. ഓക്കെ, അതിന് മൊത്തത്തിന് നമ്മൾ എന്തെന്ന് വിളിക്കും? കസ്റ്റംസ് വാട്ടർ എന്ന് വിളിക്കും. അവിടെ ചെന്നിട്ട് അവർക്ക് സെർച്ച് ചെയ്യാം, സീസ് ചെയ്യാം, അറസ്റ്റ് ചെയ്യാം.
പ്രശ്നമില്ലല്ലോ. ഇനി കോണ്ടിനെൻ്റൽ ഷെൽഫ് 200 നോട്ടിക്കൽ മൈൽസിന് താഴെ വരെയുള്ള ഭൂമിയെ നമ്മൾ എന്തെന്ന് വിളിക്കും? കോണ്ടിനെൻ്റൽ ഷെൽഫ് എന്ന് വിളിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡെപ്തിന് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നമ്മൾ പഠിക്കേണ്ട, അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഓക്കെ. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറഞ്ഞാൽ 200 നോട്ടിക്കൽ മൈൽസ്. ഹൈ സീ എന്ന് പറഞ്ഞാൽ ആ 200 നോട്ടിക്കൽ മൈൽസ് കഴിഞ്ഞിട്ട് പുറത്ത് കിടക്കുന്ന സാധനം, അത് ആർക്കും റൈറ്റ് ഇല്ല, അല്ലെങ്കിൽ പറയാം നമുക്ക് എല്ലാ രാജ്യങ്ങൾക്കും ഈക്വൽ റൈറ്റ് ആണ്. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഹൈ സീ എന്ന് വിളിക്കാം. ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഫുൾ സാധനങ്ങൾ, ഏത് നമ്മുടെ ഈ ഇന്ത്യയും ഈ കസ്റ്റംസ് വാട്ടറും, അതായത് എവിടെയൊക്കെ നമുക്ക് കസ്റ്റംസ് ഈടാക്കാൻ പറ്റുമോ, കസ്റ്റംസ് ഡ്യൂട്ടി എവിടെയൊക്കെ നമുക്ക് ഈടാക്കാൻ പറ്റുമോ ആ സ്ഥലങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയ എന്ന് വിളിക്കുന്നത്. ഞാനൊന്നുകൂടെ പറയാം, ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയയ്ക്ക് ഒന്നുകൂടെ ക്ലാരിഫിക്കേഷൻ ഉണ്ടാകാം. ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ ഇന്ത്യ. ഈ ഇന്ത്യക്കകത്ത് കിടക്കുന്ന ഈ 1 വരും, ഇനി ഈ 2 വരും. ഓക്കെ അല്ലേ? 1 വരും, ഈ 2 വരും, എവിടെ? 12 നോട്ടിക്കൽ മൈൽസ് വരെ. ഇനി 3 വരുമോ? 3 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, പക്ഷേ ഒൺലി ഫോർ എന്ത്? ഓയിൽ റിഗ്സ് ആണെങ്കിൽ അതും വരും. ഈ മൊത്തം സാധനങ്ങളും കൂടെ ടാക്സ് ചേർത്ത് ഇവിടെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? കസ്റ്റംസ് ഈടാക്കാം. ഇതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയ എന്ന് വിളിക്കും. പക്ഷേ അവിടെ ചെറിയൊരു കാര്യങ്ങൾ നമ്മൾ എക്സെപ്റ്റ് ചെയ്തിരിക്കും, 2 സാധനങ്ങൾ. അത് ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് സ്പെഷ്യൽ എക്കണോമിക് സോൺ. എന്താടാ സ്പെഷ്യൽ എക്കണോമിക് സോണിനെ നമ്മൾ ഇന്ത്യയുടെ ടാരിഫ് ഡൊമസ്റ്റിക് ഏരിയ ആയിട്ട് കണക്കാക്കൂല. എന്നിട്ട് 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സിലെ എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന യൂണിറ്റ്, അതിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കൂല? ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയ ആയിട്ട് കണക്കാക്കൂല. മനസ്സിലായോ? അത് ഞാൻ നോട്ടിൽ വരുമ്പോൾ ആ കാര്യങ്ങളൊന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് നോട്ട് പഠിക്കാം. ഇതാ പിടിച്ചോ. ഇന്ത്യയെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഇന്ത്യയുടെ സെക്ഷൻ 2, എല്ലാത്തിൻ്റെയും ഡെഫിനേഷൻ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 2 ആണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 28 ആണ് ഇന്ത്യയിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇന്ത്യ? എന്ത്? 1 ലാൻഡ് മാസ്, 2 ടെറിട്ടോറിയൽ വാട്ടർ, അതായത് 12 നോട്ടിക്കൽ മൈൽസ്, 3 എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, പക്ഷേ ലിമിറ്റഡ് ഫോർ ദ പർപ്പസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് ഓയിൽ ഫ്രം ഓയിൽ റിഗ്സ്. പ്രശ്നമില്ലല്ലോടാ, പ്രശ്നമില്ലല്ലോ. ഓക്കെ. ഇനി താഴെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ആ നോട്ട് എന്താ നോക്കി? ഇന്ത്യ ഇൻക്ലൂഡ്സ് നോട്ട് ഓൺലി ദ സീ സർഫസ് in territorial water but also the airspace above the ground under airspace and ground under the sea. ഇന്ത്യക്കകത്ത് എന്ത് മാത്രമല്ല, നമ്മൾ ഈ പറഞ്ഞ വാട്ടർ മാത്രമല്ല, ആ വാട്ടറിന് താഴെ കിടക്കുന്ന ലാൻഡും അതിന് മുകളിലുള്ള സ്പേസും എയർ സ്പേസും എന്ത് തന്നെയാണ്? ഇന്ത്യ തന്നെയാണ്. പ്രശ്നമില്ലല്ലോടാ. അതായത് 12 നോട്ടിക്കൽ മൈൽസ്, അതായത് നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടർ വരെയുള്ള താഴെ കിടക്കുന്ന ലാൻഡും മുകളിൽ കിടക്കുന്ന നമ്മുടെ എയർ സ്പേസും എന്ത് തന്നെയാണ്? ഇന്ത്യ തന്നെയാണ്. പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പോയിന്റ് പോകാം. രണ്ടാമത്തെ എന്താണ്? കസ്റ്റംസ് വാട്ടർ നമുക്ക് എന്താണെന്നറിയാം? 200 നോട്ടിക്കൽ മൈൽസ് വരെ. എത്ര? 200 നോട്ടിക്കൽ മൈൽസ് വരെ നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ വരെയുള്ള ഗൾഫ് ആയാലും അവിടെ കിടക്കുന്ന ബാക്കിയുള്ള ക്രീക്സ്, റിവേഴ്സ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും എന്ത് തന്നെയാണ്? കസ്റ്റംസ് വാട്ടറാണ്. ഈ കസ്റ്റംസ് വാട്ടറിലാണ് നമ്മുടെ ആർക്ക് റൈറ്റുള്ളത്? കസ്റ്റംസ് ഓഫീസർമാർക്ക് റൈറ്റുള്ളത്. എന്തിന് വേണ്ടിയിട്ട്? സീസ് ചെയ്യാൻ, അറസ്റ്റ് ചെയ്യാൻ, സെർച്ച് ചെയ്യാൻ റൈറ്റുള്ളത്. ഓക്കെ അല്ലേ? നോക്കടാ, കസ്റ്റംസ് വാട്ടർ കവേഴ്സ് ടെറിട്ടോറിയൽ വാട്ടർ ആൻഡ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. കസ്റ്റംസ് വാട്ടറിനകത്ത് ഇത് രണ്ടും വരും, കാരണം 200 നോട്ടിക്കൽ മൈൽസ് ആണ്. പ്രശ്നമില്ലല്ലോ, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, നമ്മളിപ്പോൾ പഠിച്ചതാണ്. അടുത്ത കോണ്ടിനെൻ്റൽ ഷെൽഫ്, നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. കോണ്ടിനെൻ്റൽ ഷെൽഫ് നമ്മൾ 200 നോട്ടിക്കൽ മൈൽസ് ആണ്, കാര്യങ്ങളാണ് ജസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ നമുക്ക് എന്താണെന്ന് അറിയാം? എത്ര? 200 നോട്ടിക്കൽ മൈൽസ് ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഹൈ സീ എന്ന് പറഞ്ഞാൽ ആ 200 നോട്ടിക്കൽ മൈൽസിന് അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലം. അത് എല്ലാ രാജ്യങ്ങൾക്കും ഈക്വൽ റൈറ്റ്സ് ആയിരിക്കും. ഓക്കെ. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയ. ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയ എന്ന് പറഞ്ഞാൽ ഹോൾ ഓഫ് ഇന്ത്യ ആണ്. ഹോൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ലാൻഡ് മാസ് വരും, 12 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള സ്ഥലവും വരും. പ്രശ്നമില്ലല്ലോ. അതിൻ്റെ താഴെയുള്ള കോണ്ടിനെൻ്റൽ ഷെൽഫ് ആണെങ്കിൽ അതും വരും, പ്രശ്നമൊന്നുമില്ല. ഇനി പക്ഷേ ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ്, ഇവിടെ പക്ഷേ നമുക്ക് അതും കൂടെ കൂട്ടാം. 200 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള നമ്മുടെ ഓയിൽ റിഗ്സ്, അത് നമുക്ക് ഇന്ത്യ ആയിട്ട് കണക്കാക്കാം, പ്രശ്നമില്ല. ഇനി അടുത്ത എന്താ നോക്കിയേ? ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് SEZ നമ്മൾ എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട്? നമ്മൾ GST പഠിച്ചപ്പോഴൊക്കെ നമ്മൾ SEZ പഠിച്ചു, സ്പെഷ്യൽ എക്കണോമിക് സോണിനെ നമ്മൾ ഇന്ത്യ ആയിട്ട് കണക്കാക്കൂല. അടുത്ത 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ്, 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കൂല? ഇന്ത്യ ആയിട്ട് കണക്കാക്കൂല, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയ ആയിട്ട് കണക്കാക്കൂല. അതായത് കസ്റ്റംസ് ഈടാക്കാൻ പറ്റുന്ന ഏരിയ ആയിട്ട് കണക്കാക്കൂല, നമ്മളത് ഇന്ത്യ ആയിട്ട് കണക്കാക്കൂല എന്നാണ് എൻ്റെ അർത്ഥം. പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റിനെ വെച്ചിട്ട് ഇതാ താഴെ കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട്. സം ഇമ്പോർട്ടൻറ്റ് കേസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ കേസ് ലോ എന്താ നോക്കാം. നോക്കി, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഈസ് ഡീംഡ് ടു ബി ആസ് പാർട്ട് ഓഫ് ഇന്ത്യൻ ടെറിട്ടറി, ദെയർബൈ സപ്ലൈ ഓഫ് imported spares goods equipments to oil rigs in exclusive economic zone by ship will attract import duty. അതായത് നമ്മൾ പഠിച്ചു എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഓയിൽ റിഗ്സിന് വേണ്ടിയിട്ട് മാത്രം ഇന്ത്യയാണ് അല്ലേ? ഓയിൽ റിഗ്സിന് വേണ്ടിയിട്ട് മാത്രം അവിടെയുള്ള പാർട്ടിനെ നമ്മൾ ഇന്ത്യ ആയിട്ട് കണക്കാക്കും. അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്ന് ഏതെങ്കിലും വേറൊരു വെളിരാജ്യത്ത് നിന്ന് നമ്മൾ ആ ഓയിൽ റിഗ്സിനേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും എക്യുപ്മെൻറ്റ്സോ ഗുഡ്സോ സ്പെയർ പാർട്സോ കൊണ്ടുവരികയാണെങ്കിൽ ഇന്ത്യയായിട്ട് നമ്മളത് കണക്കാക്കുകയും ഇന്ത്യയിൽ നിന്ന് പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു സാധനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് നമ്മളത് കണക്കാക്കുകയും അവിടെ നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി, അതായത് ഇമ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും. മനസ്സിലായോ?
മനസ്സിലായോ? ഇത് പറയേണ്ട പോലും കാര്യമില്ലായിരുന്നു, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. നമ്മൾ പഠിച്ചു ഇന്ത്യയിൽ നിന്നും 200 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള സ്ഥലത്തിന് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് വിളിക്കും. ആ സോണും ഇന്ത്യ ആയിട്ട് കണക്കാക്കും, പക്ഷേ ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ഓയിൽ റിഗ്സ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഓയിൽ റിഗ്സിലേക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയാണ്. ഇന്ത്യയിലേക്ക് നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും. പ്രശ്നമില്ലല്ലോ. ഈ താഴെ ഒരു നോട്ടും കൂടെ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഓക്കെ, ഗുഡ്സ് ഇമ്പോർട്ടഡ് ഫ്രം കൺസംഷൻ ഇൻ ഓയിൽ റിഗ്സ് സിറ്റുവേറ്റഡ് ഇൻ കോണ്ടിനെൻ്റൽ ഷെൽഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി. ഒന്നുമില്ല, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഓയിൽ റിഗ്സിലേക്ക് നമ്മൾ ഓയിൽ റിഗ്സിൻ്റെ കൺസംഷന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും കുറച്ച് സാധനം കൊണ്ടുവരികയാണെങ്കിൽ അതിന് നമ്മൾ ഇമ്പോർട്ടായിട്ട് കണക്കാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മുകളിൽ പറഞ്ഞിരിക്കുന്ന സാധനത്തിന് ഒരു നോട്ടായിട്ട് താഴെ കൊടുത്തിരിക്കുന്നു. പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. നമ്മളെ ഫസ്റ്റ് ക്ലാസ്സല്ലേ കസ്റ്റംസിൻ്റെ, അപ്പോൾ ബോറടിപ്പിക്കുന്നില്ല, ഇത്രയും മതി. ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചെന്ന് സമ്മപ്പ് ചെയ്ത് പറഞ്ഞ്, ജസ്റ്റ് ഒന്ന് ഓടിച്ച് സമ്മപ്പ് ചെയ്ത് പറഞ്ഞ്. ഒന്നാമത് നമ്മൾ പഠിച്ചു എന്താണ് കസ്റ്റംസ്, അതിന് എന്തുകൊണ്ടാണ് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് വിളിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചു. 2, നമ്മൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി പഠിച്ചു. അതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി അല്ല, കുറേ പോയിന്റ് പറഞ്ഞു. എന്നാണ് നിലവിൽ വന്നത്, ഏതൊക്കെ എൻട്രിയാണ്, ആർക്കൊക്കെ പവർ കൊടുത്തിരിക്കുന്നു, നമ്മുടെ ബോർഡിനെ പറ്റിയിട്ട് പഠിച്ചു. ഗുഡ്സ് മാത്രമാണ് ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോഴാണ് ടാക്സബിൾ ഇവൻ്റ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമത് നമ്മൾ എന്ത് പഠിച്ചു? നമ്മുടെ ടാക്സും സെസ്സും ഡ്യൂട്ടിയും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു. ഓക്കെ, 4ാമത് നമ്മൾ ചാർജിങ് സെക്ഷൻ പഠിച്ചു. 5ാമത് നമ്മൾ കസ്റ്റംസ് ആക്റ്റും കസ്റ്റംസ് ടാരിഫ് ആക്റ്റും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു. ഓക്കെ അല്ലേടാ. 6ാമത് നമ്മൾ ഇന്ത്യ ഡെഫിനേഷൻ പഠിച്ചു. 7ാമത് നമ്മൾ കസ്റ്റംസ് വാട്ടർ പഠിച്ചു. 8 കോണ്ടിനെൻ്റൽ ഷെൽഫ്. 9 എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. 10 ഹൈ സീ. 11 ഡൊമസ്റ്റിക് ടെറിട്ടോറിയൽ വാട്ടർ. ഇത്രയും സാധനങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? ഈ 11 പോയിന്റ് നമ്മൾ പഠിച്ചില്ലേ? പ്രശ്നമില്ലല്ലോ. നിങ്ങൾക്ക് 11 പോയിന്റ് ഞാൻ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ഡൗട്ടാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. നമ്മളിപ്പോൾ പഠിച്ച ഈ സാധനത്തിൻ്റെ ഈ നോട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അവിടെ ഒരു ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് നേരെ ഗൂഗിൾ ഡ്രൈവിൽ ചെല്ലാൻ പറ്റും. ആ PDF ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യോ, അല്ലെങ്കിൽ നിങ്ങൾ സാധനം എഴുതി വെച്ച് തന്നെ പഠിക്കണം കേട്ടോ. ഈ നോട്ട് നോക്കി പഠിക്കാതെ നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കണം. നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് പഠിച്ചതുപോലെ തന്നെ നമുക്ക് ഫുൾ കസ്റ്റംസും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക. ക്ലാസ് എങ്ങനെയാണെന്നുള്ള അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പിലും ചെന്ന് പറയുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.